യുക്തിവാദികൾക്ക് ആഘോഷങ്ങൾ പാടുണ്ടോ എന്ന വിമർശനം ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. യുക്തിവാദികളും ആഘോഷങ്ങളും മനുഷ്യൻ്റെ ഉൽപ്പത്തി ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോലും മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലഘട്ടത്തിൽ മനുഷ്യവംശത്തിൽ, അതായത് അനേകം മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നിലനിൽക്കുന്ന മനുഷ്യ സമൂഹം ഹോമോ സാപ്പിയൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളുടെ മനുഷ്യ സമൂഹം കൂട്ടം കൂടുവാൻ കഴിവില്ലാത്തതാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഹോമോ സാപ്പിയൻസിന് മാത്രമേ കൂട്ടം കൂടാനുള്ള ശേഷി കൂടുതലുണ്ടാവുകയും അവർ കൂട്ടം കൂടുകയും അങ്ങനെ അവർ അതിജീവിക്കുകയും ചെയ്തതെന്ന് ഉൽപ്പത്തി ചരിത്രങ്ങൾ പലരും സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ സൗന്ദര്യപരമായ ജീവിതത്തിനും സന്തോഷങ്ങൾക്കും വേണ്ടിയാണ് ആഘോഷങ്ങൾ പലതും സംഘടിപ്പിച്ചിട്ടുള്ളത്. പല രീതിയിലുള്ള ആഘോഷങ്ങൾ മനുഷ്യൻ്റെ ബ്രെയിനിൽ തന്നെ ഉണ്ടായ ഉൽപ്പത്തികളാണ്. ഈ ആഘോഷങ്ങളാണ് പിന്നെ ഉണ്ടായ മതങ്ങൾ കൊണ്ടുപോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പല ആഘോഷങ്ങളുടെയും ചരിത്രങ്ങളിലേക്ക് പോയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ആഘോഷം മനുഷ്യൻ്റെ സാമൂഹ്യപരമായ സന്തോഷപരമായ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. യുക്തിവാദികൾക്ക് ആശംസകൾ അയക്കാറുണ്ടോ? അല്ല, യുക്തിവാദികൾ ആശംസകൾ അറിയിക്കുമോ? ആശംസകൾ അറിയിക്കുക എന്നുള്ളത് സന്തോഷത്തിൻ്റെ രീതിയാണ്, അതല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു രീതിയാണ്. അതോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഒരു മതപരം ആണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരിക്കലുമല്ല. അതായത് ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ കാലക്രമങ്ങളും കലണ്ടറൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കാലക്രമങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ജനിച്ച ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു സെക്യുലർ കാഴ്ചപ്പാടാണ്. അതിൽ പല രീതിയിൽ നമുക്ക് വർണ്ണങ്ങളാക്കാൻ പറ്റും. പാട്ടുകൾ കൊണ്ടും നൃത്തങ്ങൾ കൊണ്ടും ഒക്കെ വർണ്ണങ്ങളാക്കാൻ പറ്റും. ബർത്ത്ഡേ ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെ പ്രതിയാണ്. യുക്തിവാദികൾ ഭൂരിപക്ഷം അത് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവാഹ വാർഷിക ആഘോഷങ്ങളും എല്ലാം ഇതിൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട്. ഇനി പാട്ടുകൾ കേൾക്കുന്നത് യുക്തിവാദ വിരുദ്ധമാണോ എന്ന് ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാർ പല മേഖലയിലും കണ്ടുവരുന്നുണ്ട്. ചരിത്രപരമായി തന്നെ യുക്തിവാദത്തിലെ പല മേഖലകളിൽ സഞ്ചരിച്ചവർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാട്ട്, നൃത്തം, നാടകം, സിനിമ, പിന്നെ തത്വചിന്തയും ആ രീതിയിൽ ഇപ്പോൾ പല ആൾക്കാരും എതിർക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാടക രംഗത്ത് പ്രവർത്തിച്ച പി എം ആൻ്റണി പ്രമുഖ ഒരു യുക്തിവാദി ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറുക് എന്ന് എഴുതിയ പി എം ആൻ്റണി അദ്ദേഹത്തെ മത ഗൂഢാലോചന കേസിൽ ജയിലിൽ അകത്താക്കപ്പെടുകയും ചെയ്ത കാലഘട്ടങ്ങൾ നമുക്ക് ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഭാവങ്ങൾ കത്തോലിക്ക സഭയെ ആക്ഷേപഹാസ്യത്തിലൂടെ തന്നെ രചിച്ച നാടകമാണ് പി എം എൻ്റെ നാടകം. സിനിമാ രംഗത്ത് പ്രവർത്തിച്ച മഹാനായ യുക്തിവാദിയായിരുന്നു ജോൺ എബ്രഹാം. ഇങ്ങനെ പല മേഖലയിൽ പ്രവർത്തിച്ച ആൾക്കാർ നമുക്ക് ഈ രംഗത്തുണ്ട്. അപ്പം കലാരംഗത്തായാലും മറ്റ് ആഘോഷ രംഗത്തായാലും യുക്തിവാദികൾക്കെല്ലാം ഇത് സ്വീകാര്യപരമായ ഒരു രീതിയാണ്. തത്വചിന്താപരമായി പ്രവർത്തിക്കുന്നത് യുക്തിവാദ വിരുദ്ധമാണോ എന്ന വാദങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പല തത്വചിന്താ പ്രവർത്തകരെയും നിരാകരിക്കുന്ന രീതിയിലേക്ക് ചില മേഖലകളിലേക്ക് ശാസ്ത്രമാത്രവാദം എന്ന വാദം വന്നിട്ടുണ്ട്. ശാസ്ത്രമാത്രവാദം നമ്മൾ യുക്തിവാദം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കിയാണ്, യുക്തിചിന്തയിൽ അടിസ്ഥാനമാക്കിയാണ്. അത് സ്വതന്ത്ര ചിന്തയാണ്. പക്ഷെ നമുക്ക് ചില തത്വചിന്താപരമായുള്ള മേഖലകളുണ്ട്. അതിൻ്റെ ഇപ്പം ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ഒരു സൈക്കോളജി എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ യുക്തിരാഹിത്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റേതായ സൗന്ദര്യം ആ കാലഘട്ടത്തിലുണ്ട്. പുതിയ ന്യൂറോ സയൻസൊക്കെ വന്നപ്പോൾ പലതും അപ്ഡേറ്റ് ചെയ്ത് വന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായി ജീവിതം സുഖപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന രീതിയെ നമ്മൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ പ്രധാനപ്പെട്ടതായി ആഘോഷിക്കുന്ന ഓണത്തെ പല സങ്കല്പത്തിലും മതം കൂട്ടിക്കലർത്തി അതിനെ മതം കൊണ്ടാടുകയാണെങ്കിൽ പോലും അതിന് ചരിത്രപരമായി പരിശോധിച്ച് ചോദിച്ചാൽ അത് സെക്യുലർ ആഘോഷമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്
മനസ്സിലാക്കിയാൽ പറ്റും. പക്ഷേ അതിൻ്റെ മേൽപ്പടിയിൽ മതം വന്ന് വീഴുകയും മതത്തിൻ്റെ ആഘോഷമായി മാറ്റുകയും ചെയ്ത അവസ്ഥകളുണ്ട് എന്നതാണ്. എന്നും പറഞ്ഞ് നമുക്ക് അതുപോലെ മതത്തിൻ്റെ ആഘോഷം ഇപ്പം ഓണം തുറന്ന സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന രീതിയിലേക്ക് അത് വരിക തന്നെ വേണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിഷു എന്ന പറയുന്ന ആഘോഷവും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അതൊക്കെ വിളവെടുപ്പിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കൃഷിയാണല്ലോ അതിൻ്റെ അടിസ്ഥാനപരമായ ഉപജീവനം ആയിരുന്നത്. കൃഷി സംബന്ധമായ വിളവെടുപ്പ് സംബന്ധം ഉണ്ടാകുന്ന ആഘോഷങ്ങൾ, ഉത്സാഹം, മനുഷ്യനുണ്ടാകുന്ന ഉത്സാഹങ്ങൾ ആഘോഷമായി മാറ്റിയ രീതിയെ ഇത് പോപ്പുലർ ആകുമ്പോൾ എപ്പോഴും മതം ഇതിൻ്റെ പുറത്ത് വീഴാറുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം ആഘോഷങ്ങൾ യഥാർത്ഥം പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ സെക്യുലറായി തന്നെ ആഘോഷിച്ച് മുന്നേറിക്കൊണ്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ഇതെല്ലാം ആവശ്യമാണ്. ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷത്തെക്കുറിച്ചും തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കാലഘട്ടമുണ്ട്. 1800-കളിൽ ലോകപ്രസിദ്ധ യുക്തിവാദി ഇംഗർസോർ പറയുന്നതെന്ന് വെച്ചാൽ അത് സൂര്യോത്സവം എന്നാണ്. ആ സൂര്യോത്സവം എന്ന് പറഞ്ഞ ലോകത്തൊട്ടാകെ ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷത്തെയാണ് ഈ ക്രിസ്ത്യൻ സഭകൾ ഈ ക്രിസ്തുമത ആഘോഷത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലതും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട കാലഘട്ടം, ഈ ആധുനിക കാലഘട്ടത്തിൽ അവൻ്റെ വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റാറുണ്ട്. വിവാഹം ഇന്നത്തെ മതം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് വിവാഹം എന്ന് പറഞ്ഞ സാധനം. മതം അതിൻ്റെ എല്ലാ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിൽ അർപ്പിക്കാറുണ്ട്. പക്ഷേ വിവാഹം സെക്യുലർ നടത്തുവാൻ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു യുക്തിവാദിയായിരുന്ന ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച സെക്യുലറായിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുകയും അതിനോട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാനും കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം യുക്തിവാദികൾക്ക് ഇത്തരം ആഘോഷങ്ങൾ, മതം മുന്നോട്ട് വച്ചിരിക്കുന്ന ആഘോഷങ്ങളെ തിരിച്ചു പിടിച്ച് സെക്യുലറായിട്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്കൊരു ആഘോഷമാക്കി മാറ്റുവാൻ യുക്തിവാദികൾ കഴിയും. യുക്തിവാദികൾ ഒരു ആഘോഷങ്ങൾക്കും പിന്നോട്ട് പോകേണ്ടതല്ല. യുക്തിവാദികൾ എല്ലാവിധ ആഘോഷങ്ങളിലും കൂടെയുള്ളതാണ്. അവർ സന്തോഷപരമായി ജീവിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അവിടെ യുക്തിവാദികൾ ഒരിക്കലും ആഘോഷങ്ങൾക്ക് എതിരല്ല. യുക്തിവാദികൾ എല്ലാ ആഘോഷങ്ങൾക്കും കൂടെ ഉണ്ടാവും. ആഘോഷങ്ങൾ പലതും മതങ്ങൾ പിടിച്ചു കൊണ്ടുപോയതാണ്. യഥാർത്ഥത്തിൽ എല്ലാ ആഘോഷങ്ങളുടെയും ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സെക്യുലറായിട്ടുള്ള മതം അതിലില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളുടെയും ചരിത്രം മനസ്സിലാക്കി സെക്യുലറായിട്ട് ആഘോഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.